പാട്ടുകളും പടങ്ങളും ഒരുപോലെ ഹിറ്റാവുക എന്നുള്ളത് മലയാള സിനിമയിൽ പലപ്പോഴും സംഭവിക്കാറില്ല. ചിലപ്പോഴൊക്കെ പാട്ടുകൾ ഹിറ്റാവും, പക്ഷെ പടം പുറത്തിറങ്ങില്ല. പുറത്തിറങ്ങിയാൽ തന്നെ വേണ്ട വിധത്തിൽ സ്വീകരിക്കപ്പെടില്ല. അല്ലെങ്കിൽ സിനിമ എടുത്തതിൻ്റെ കുറേയേറെ പ്രശ്നങ്ങൾ കൊണ്ട് ആ സിനിമ വേണ്ട വിധത്തിൽ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലില്ല. പക്ഷെ അപ്പോഴും പാട്ടുകൾ അനശ്വരങ്ങളായിട്ട് അവശേഷിക്കും. അങ്ങനെയൊരു സിനിമയായിരുന്നു മനസ്സിൽ ഒരു മഞ്ഞുതുള്ളി. സിനിമയുടെ സംഗീത സംവിധായകൻ മലയാളികൾക്ക് ഏറെ സുപരിചിതനാണ്. അദ്ദേഹം ഉത്തരേന്ത്യക്കാരനാണ്. പക്ഷെ മലയാള സിനിമയിൽ ഹരിഹരൻ്റെ സിനിമകളിലൊക്കെ ഒരുപാട് മനോഹരങ്ങളായ പാട്ടുകൾ ONV കുറുപ്പിൻ്റെ ഒപ്പം, അതുപോലെ തന്നെ യൂസഫ് അലി കേച്ചരിയുടെ ഒപ്പമൊക്കെ ഒരുപാട് മനോഹരങ്ങളായ സൂപ്പർ ഹിറ്റുകളായ പാട്ടുകൾ സൃഷ്ടിച്ചിട്ടുള്ള സംഗീത സംവിധായകനാണ് ബോംബെ രവി. ബോംബെ രവി എന്ന് പറയുന്ന ആ വലിയ സംഗീത സർവകലാശാലയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചപ്പോഴുള്ള ഒരു അനുഭവം, അത് മറ്റൊരു വേറെ യൂണിവേഴ്സിറ്റിയിൽ പോയപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന് ഓർക്കുമ്പോൾ എനിക്ക് മനസ്സിലൊരു തീത്തുള്ളി എന്ന് ഓർമ്മ വരും. കാരണം ഇത് എഴുതേണ്ട ആൾ യൂസഫ് അലി കേച്ചരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പ്രൊഡ്യൂസേഴ്സ് എല്ലാം കൂടെ ചെന്നപ്പോൾ അവിടെ കയറാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഒരു തിരിച്ചു പോരുമായിരുന്നു. എന്തോ സംഘർഷാത്മക അന്തരീക്ഷം എന്നാണ് ഒരാൾ സൂചിപ്പിച്ചത്. അതുകൊണ്ട് വേറൊരു ഓൾട്ടർനേറ്റീവ് നോക്കിയപ്പോൾ ഈ സംവിധായകൻ്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു, ഹിമശൈല സഹിതം എഴുതിയ ഒരാളുണ്ട്, MD രാജേന്ദ്രൻ. അത് ഏറ്റില്ല. കാരണം ഇദ്ദേഹത്തിന് അത്രത്തോളം ഗ്രാഹ്യമൊന്നും അല്ലാതെ ആ പാട്ടിനെ കുറിച്ചില്ലായിരുന്നു. പക്ഷേ ദേവരാഗത്തിലെ പാട്ട് ഇംപ്രസ്ഡ് ആയതുകൊണ്ട് എന്നാൽ അയാളെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് അന്വേഷിച്ച് റേഡിയോ നിലയത്തിൽ ഈ ഗാങ് വന്നിട്ട് യൂസഫ് അലിക്ക് പകരം എന്നെ അവർ തൃശ്ശൂരിൽ തന്നെ വേറൊരു കവിയുണ്ട്. അതെ. അപ്പോൾ ഇതിനകത്ത് തന്നെ വാസ്തവത്തിൽ അവർക്ക് അവിടെ ഇരുന്ന് എഴുതാൻ ഒരു കവി തന്നെ അവരുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ഈ സംവിധായകൻ്റെ ഒരു എന്താ പറയുക അസിസ്റ്റൻ്റ് ആയതുകൊണ്ട് അയാൾക്ക് അങ്ങനെയുള്ള പെർമിഷൻ ഇല്ല. എങ്കിലും അയാൾ തന്നെ എല്ലാം എഴുതുമായിരുന്നു. എങ്കിലും അയാളത് ഉള്ളിലടക്കി ഇരുന്നിരുന്നു ക്ഷമയോട് കൂടി. അങ്ങനെയാണ് ആ പാട്ടിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. നേരെ ബോംബെ രവി എറണാകുളത്ത് ഹോട്ടലിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ അദ്ദേഹം പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രീതികളൊക്കെ എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ എന്ന് വെച്ചാൽ പാട്ടിനെ ഇത്രയധികം റെസ്പെക്റ്റ് ചെയ്യുന്നൊരു സംഗീത സംവിധായകനില്ല. ബ്രീഫ് കേസ് തുറന്നു കഴിഞ്ഞാൽ അതിൽ വെച്ചിരിക്കുന്ന മുഹമ്മദ് റാഫിയുടെ പടത്തിൽ തൊഴുതിട്ടാണ് പുള്ളി ഹാർമോണി പെട്ടി തൊടുന്നത്. അത്രമാത്രം ഒരു ദൈവികാംശം അദ്ദേഹം മുഹമ്മദ് റാഫിയിൽ കണ്ടിരുന്നു. അദ്ദേഹം ഒഴിച്ചതാണ് ചൗദ് വിൻകാച്ച എന്നുള്ള പാട്ട്. അപ്പോൾ ഈ പടത്തിൻ്റെ സംവിധായകൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഹിന്ദി പാട്ടുകൾ, പ്രത്യേകിച്ചും ചൗദ് വിൻകാച്ച എന്നുള്ള പാട്ട് മലയാളത്തിൽ വരണം. അദ്ദേഹം ബോംബെ മലയാളിയായിരുന്നു. ബോംബെ മലയാളി. അപ്പോൾ അത് മലയാളത്തിൽ വരണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ദാസേട്ടൻ പാടണമെന്നുണ്ട്. ഇതാണ് ആഗ്രഹം. അതനുസരിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസ് ഉണ്ട്. അവരാണെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതും, പാട്ടെഴുതും, അഭിനയിക്കും, മേക്കപ്പ്, എല്ലാ കഴിവുള്ള ആൾക്കാരാണ്. പക്ഷേ അവർക്ക് വലിയ ഒരു ഔട്ട്ലെറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ട് അതാവാമെന്ന് വെച്ച് വന്നിരിക്കുകയാണ്. നല്ലവരാ. അപ്പോൾ അവർ ഇതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഈ പാട്ട് ഓരോന്നായിട്ട് കൊണ്ടുവരികയാണ്. ചൗദ് വിൻകാ ചാന്ത് ഹോ എന്നുള്ള വരി അതുപോലെ ഹിന്ദിയിൽ എഴുതി കൊണ്ടുവരിക. അത് പാട്ടാക്കുക എന്നുള്ള ജോലി മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ആലോചിച്ചു അത് വൃത്തികേടാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അതിനൊരു കാവ്യാത്മക ഭാഷ കൊടുക്കാൻ ശ്രമിച്ച് ആ പാട്ട് ഒന്ന് പാടി. അപ്പോൾ ആ പാട്ട് ചൗദ് വിൻകാ ചാന്ത് ഹോ, ചൗദ് വിൻകാ ചാന്ത് ഉണ്ടല്ലോ. അപ്പം ഞാനത് മലയാളത്തിലേക്ക് പൗർണമി പൂത്തിങ്കളേ എന്നാക്കി. അപ്പോൾ ചന്ദ്രനുമായി ചൗദ് വിൻകാ ചാന്തായി. അപ്പോൾ അങ്ങനെ അത് ഹിന്ദി ചൗദ് വിൻകാ ചാന്ത് ഹോ ആബ് താബ് ഹോ जो भी का इंतहार कसम लाजवाब हो ചൗദവിങ്ക ചാന്ത് ഹോ. അത് രവി കുറച്ച് ട്വിസ്റ്റ് ചെയ്ത്, അത് അദ്ദേഹത്തിൻ്റെ ട്യൂണാണ് രണ്ടും. പൗർണമി പൂത്തിങ്കളേ നീയൻ ഹൃദയസ്പന്ദനമല്ലേ, എൻ ജീവനിശ്വാസമേ, എന്നനുഭൂതിയല്ലേ, നീ എൻ ഹൃദയസ്പന്ദനമല്ലേ. എങ്ങനെ മലയാളത്തിലാക്കി. ഇങ്ങനെ ഓരോ പാട്ടും ജാദൂ കായേ നസർ എന്നൊരു പാട്ടുണ്ട്. അത് നമ്മൾ മാറ്റിയിട്ട് മായാ നളിനങ്ങളിൽ മേനീ സുഗന്ധങ്ങളിൽ താനേ മറന്നൊരെന്നെ നിന്നിൽ അലിഞ്ഞൊരെന്നെ ഇഷ്ടമാണോ ഇഷ്ടമാണോ ഇഷ്ടമാണോ, ആണെങ്കിലും അല്ലെങ്കിലും നീയെന്നും എനിക്കെൻ്റെ മനിഖ 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 എന്നാണ് പാട്ട്. ഈ മനിഖ എന്നുള്ളത് ഹിന്ദിയിലെ വേർഡാണ്.
അപ്പോൾ ഞാൻ ഡയറക്ടറോട് പറഞ്ഞത് മനിഹ മാറ്റി വല്ല വേറെ അല്ലല്ല ആ എഴുതി തന്നെ വേണമെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ തർക്കിക്കാൻ പോയില്ല. അപ്പം അങ്ങനെ അതുപോലെ തന്നെ ജയൻ പാടുകയും ചെയ്തു. 8 പാട്ടുകൾ മൊത്തം ആ സിനിമയിൽ എഴുതി ജയചന്ദ്രനായിരുന്നു പാടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എങ്ങനെ പല പാട്ട് പ്രണയിക്കുകയായിരുന്നുള്ള പാട്ട് ഒരുപാട് പാട്ടുകൾ. അപ്പോൾ ഇത് പകർത്തി എഴുതിയ പാട്ട് പുള്ളി ഒരു പാട്ട് എഴുത്തുകാരനൊക്കെ ആണല്ലോ. പുള്ളി ആ പാട്ടുകളെല്ലാം എഴുതി കൊണ്ടുവന്നു. അപ്പോൾ തിരുത്തി കൊടുത്തു. ഞാൻ ഈ പാട്ടൊക്കെ തിരുത്തി റെഡിയാക്കി. അപ്പം ഞാൻ ഈ പ്രണയിക്കായിരുന്നുള്ള പാട്ടിൻ്റെ ട്യൂൺ അദ്ദേഹത്തിന് ഞാൻ പണ്ട് കമ്പോസ് ചെയ്തൊരു പാട്ട് അങ്ങോട്ട് പാട്ട് തന്നെ പറഞ്ഞു കൊടുത്തു പുള്ളിക്ക്. പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ, പ്രണയിക്കയാണു നമ്മൾ ഇനിയും പിറക്കാത്ത ജന്മങ്ങളിൽ, ഇനി നമ്മൾ പിരിയുവതെങ്ങിനെയോ എങ്ങിനെയോ എന്നാണ് ഞാനുണ്ടാക്കിയത്. അതാണ് പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളിൽ എന്ന് പറഞ്ഞിട്ട് പുള്ളി ട്യൂൺ ചെയ്തു. ഞാനുണ്ടാക്കിയ പാട്ട് പ്രണയിക്കുകയായിരുന്നു നാം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു പാട്ടുണ്ടാക്കി. അങ്ങനെ ആ പാട്ടെല്ലാം പൂർത്തിയാക്കിയിട്ട് പോന്നു. അപ്പോൾ ഈ പാട്ടിന് മാത്രം അവകാശികൾ ഉണ്ടായി, വേറൊന്നിനും അവകാശികൾ ഉണ്ടായില്ല. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് മൊത്തം അവകാശം ഉണ്ടായാലും നമുക്ക് വിഷമമില്ല. കാരണം ഇത് ഒറിജിനലി ബോംബേരി ഹിന്ദി പാട്ടിൽ നിന്ന് എടുത്ത വരികളല്ലേ. പിന്നെ ഞാൻ എൻ്റെ ഒരു അത്ഭുതം കൊണ്ട് ചില വരികളൊക്കെ മാറ്റിയെടുത്തതാണ്. കാരണം ആദ്യത്തെ വരി ന ആന ന ജാന അങ്ങനെ എന്തോ ഒരു സാധനം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ നമ്മൾ വളരെ ചക്രശ്വാസം വലിച്ചാണ് ഉണ്ടാക്കുന്നത് പാട്ട്. പക്ഷേ മറ്റൊന്നുമായിട്ട് പൊരുത്തപ്പെട്ടു പോയി. ജയചന്ദ്രന് ഭയങ്കര ഇഷ്ടമായി ഈ പൗർണമി പൂത്തിങ്കളെ എന്നുള്ള പാട്ട്. അങ്ങനെ ഈ 8 പാട്ടുകൾ എഴുതി ഈ വളരെ വേഗത്തിൻ്റെ റെക്കോർഡിംഗ് എല്ലാം നടത്തി. അതിനകത്ത് ഏറ്റവും അത്ഭുതം എന്ന് വെച്ചാൽ സുജാതയെ വിളിച്ചു വരുത്തി. പുള്ളി ഫ്രാൻസിലായിരുന്നു, അവരുടെ ഷോയിലായിരുന്നു. അമ്മയെ വിളിച്ചു വരുത്തിയിട്ട് അവിടുന്ന് പാഞ്ഞു വന്നിട്ടാണ് സുജാത പാടുന്നത്. അങ്ങനെയുള്ള ഒരു അത്ഭുതം. അത്രയും ആ ഒരു എന്താണ് ഡെഡിക്കേറ്റഡായിട്ട് പുള്ളി വന്നു എന്നുള്ളതാണ്. എന്നാൽ മനസ്സിലൊരു മഞ്ഞുതുള്ളി എന്ന് വെച്ചാൽ ഒരു മഞ്ഞുതുള്ളി പോലെ തന്നെ ആയിരുന്നു ആ പടം. വളരെ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തു. നല്ല നല്ല അന്തരീക്ഷമായിരുന്നു. പിന്നെ ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ഇവർ മിടുക്കന്മാരായിരുന്നു. അവർ തന്നെ സ്ക്രിപ്റ്റ് എഴുതി. അവരുടെ പേര് സിനിമയിൽ കൊടുത്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ കൊടുത്തു കാണും. സിനിമ എന്നുള്ള രീതിയിൽ അതത്ര വലിയ വിജയമായില്ലെങ്കിലും അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഈ പാട്ടുകളെല്ലാം തന്നെ അതിൽ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ചും ബോംബെ രവിയുടെ ആ ഒരു മെലോഡിയസ് ആയിട്ടുള്ള ഒരു ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നക്ഷതങ്ങളാണെങ്കിലും അതിലും ഒരു മരണം ഉണ്ടായി. എന്താണെന്നറിയാം, ഇതിന് ട്രാക്ക് പാടുന്നൊരു മനോജ് കൃഷ്ണൻ എന്ന് പറയുന്നുണ്ട്. പാലക്കാട്ടുകാരൻ പാട്ടുകാരൻ, ഒരുപാട് പാട്ടുകൾ പാടിയ മനോജ്. എല്ലാത്തിനും അയാളെ ഇതിന് പാടിക്കുന്ന അതിന് ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു. അവൻ മരിച്ചുപോയി. നമ്മുടെ നേരത്തെയുള്ള ഞാൻ ഏത് സംഗീത സംവേദകൻ്റെ അടുത്ത് പോയാലും ഒരു ഗായകൻ്റെ മരണം ഉറപ്പാണ്. മനസ്സിലായി, അങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ ഇവിടെ അത് സംഭവിച്ചു. മനോജ് കൃഷ്ണൻ വാസ് എ ഗുഡ് സിംഗർ. നമ്മളത് തമാശയായിട്ടാണ് പറഞ്ഞെങ്കിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ഈ പരിണയം പോലെ പിന്നെ നക്ഷതങ്ങൾ പോലെ വളരെ ഹിറ്റുകൾ ഒരുക്കിയിട്ടുള്ള ഒരു സംഗീത സംവിധായകനൊപ്പം പ്രവർത്തിച്ച ഒരു സിനിമ, അതിലെ ഒരു അനുഭവം പിന്നീടുള്ള ഒരു എഴുത്ത് ജീവിതത്തിന് തീർച്ചയായിട്ടും ഒരു വഴിവിളക്കായിട്ടുണ്ടായിരിക്കും.